സൂംബ ഡാൻസിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ടി.കെ. അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, വകുപ്പ് തല നടപടിക്ക് യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ വകുപ്പ് നല്ല നടപടിക്ക് അർഹത ഉണ്ട് എന്ന രീതിയിൽ നേരത്തെ റിപ്പോർട്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സസ്പെൻഷനാണ് ഇപ്പോൾ നടന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അജിൻഷാദ്, TKM സ്കൂളിലെ അധ്യാപകനായ ടി.കെ. അഷ്റഫിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂംബയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം നവമാധ്യമങ്ങളിൽ ടി.കെ. അഷ്റഫ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കർശനമായ നടപടി ടി.കെ. അഷ്റഫിനെതിരെ എടുക്കണമെന്ന നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് DD സ്കൂൾ മാനേജർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ടി.കെ. അഷ്റഫിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന ഒരു പരാമർശമാണ് സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ടി.കെ. അഷ്റഫ് നവമാധ്യമങ്ങളിൽ ഉന്നയിച്ചത്. അതിൽ പരിശീലനം എന്നത് ആണും പെണ്ണും കൂടെ കൂടിച്ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സൂംബ ഡാൻസിൽ പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപ പരാമർശമാണ് ടി.കെ. അഷ്റഫ് നടത്തിയത്. ടി.കെ. അഷ്റഫ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. വലിയ രീതിയിലുള്ള പരാമർശം നടത്തിയതിനെതിരെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും സൂംബയ്ക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്, അതായത് സൂംബ വസ്തുതാവിരുദ്ധമായി സൂംബ ഈ അല്പവസ്ത്രമിട്ട് ആണും പെണ്ണും കൂടിക്കലർന്ന് നടത്തുന്ന ഡാൻസാണെന്നൊക്കെ വസ്തുതാവിരുദ്ധമായി വ്യായാമത്തെക്കുറിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും അതുവഴി വിഭാഗീയതകളൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൽ വലിയ വിമർശനങ്ങൾ ടി.കെ. അഷ്റഫിനെതിരെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് നടപടി സ്വീകരിക്കുന്നത്. ഇപ്പോഴിതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ടി.കെ. അഷ്റഫിനെ. ഇതിൻ്റെ വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.